കോട്ടയം സ്റ്റാർ ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് തുടങ്ങിയിട്ടിപ്പോൾ ഏകദേശം 2 മാസക്കാലം പിന്നിടുകയാണ്. അശാസ്ത്രീയമായ ഓടയുടെ നിർമ്മാണമാണ് ഈ ഒരു കുരുക്കിന് കാരണം. എന്നാൽ ഈ ഒരു കുരുക്കിന് ഇത്രയും നാളായിട്ടും ഒരു പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. പോലീസ് ഉദ്യോഗസ്ഥരും മറ്റ് ആളുകളെല്ലാം ഇവിടെ വാഹനം നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിനൊരു അല്ലെങ്കിൽ ഈ ഒരു ബ്ലോക്കിന് അടിയന്തര പരിഹാരം കണ്ടെത്താൻ ഇത്രയും നാളായിട്ടും സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഈ ഒരു ഓടയുടെ 2ാം ഘട്ട നിർമ്മാണം ആരംഭിക്കുന്നത്. ഈ ഒരു നിർമ്മാണം ആരംഭിച്ചതോടുകൂടി കോട്ടയം നഗരത്തിലേക്കും അതുപോലെ തന്നെ സ്റ്റാർ ജംഗ്ഷനിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ഗതാഗത കുരുക്കുകളായിരുന്നു രൂപപ്പെട്ടത്. പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാ ദിവസങ്ങളിലും ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായി ഈ ഒരു ഗതാഗതത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നൊരു ആക്ഷേപവും നാട്ടുകാർ ഉൾപ്പെടെ ഉന്നയിക്കുന്നുണ്ട്. അതോടെ തന്നെ ഈ ഒരു ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചതോടുകൂടി ഈ തൊട്ടടുത്തുള്ള കടകളിലേക്ക് ഉൾപ്പെടെ ആളുകൾ കയറുന്നില്ല എന്നുള്ള പരാതിയും ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ റോഡ് എവിടെയെങ്കിലും വെച്ച് മുറിച്ചു വിടുക, അല്ലെങ്കിൽ വേറൊരു വഴിയിലേക്ക് വാഹനങ്ങളെ കയറ്റിവിടുക എന്നുള്ള പല കാര്യങ്ങളും ഉണ്ടായിട്ടും അതൊന്നും ചെയ്യാതെ ഇതുവഴി തന്നെ വാഹനങ്ങൾ കയറ്റിവിടുന്നത് കാരണമാണ് വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കുണ്ടാവുന്നത് എന്നൊരു ആക്ഷേപവും ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. ഭയങ്കര പാടാണ്. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറായി ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ. പിന്നെ ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ കിടക്കേണ്ട വന്നിട്ടുണ്ട്. എന്നാ ചെയ്യാനായിട്ടാ, അനുഭവിക്കല്ല പറ്റുമോ? റോഡും മോശം, വഴി ഇതുപോലെ ബ്ലോക്കും, ഒരു വഴിക്കും പോകാൻ പറ്റുകയാണ്. ഈ സമയത്ത് തുടങ്ങേണ്ട ഒരു പണി അല്ലായിരുന്നില്ല. ഇതൊക്കെ നേരത്തെ ചെയ്ത് വെക്കേണ്ടത്. നമ്മളെ ഓട്ടത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടോ? അതോ ഒന്നാമതെ ഓട്ടം ഇല്ല, അതിന്റെ ഇടയ്ക്ക് ഇതും കൂടെ വരുമ്പം വലിയ ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടത്തെ തന്നെ ഭയങ്കര ബ്ലോക്ക് ഒക്കെ തന്നെയാണ്. ഭയങ്കര പാടാ വരാനൊക്കെ. എത്ര നേരം നിൽക്കണം അറിയാം അവിടെ. ഭയങ്കര പാടാ തന്നെയാണ്. ഈ ഒരു സമയത്തല്ല ഈ പണി തുടങ്ങണ്ടേന്ന് ഒരു ഇതുണ്ടോ? സമയത്ത് തുടങ്ങേണ്ട ആവശ്യമില്ല. ജോലിക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര പാടാ. ഈ ഒരു വഴി മാത്രം നമുക്ക് എപ്പോഴും അങ്ങോട്ട് പോകാൻ ഭയങ്കര പാടാ. ഒത്തിരി സമയം എടുക്കും നമ്മൾ. ടൗണിലേക്ക് കയറാൻ പറ്റില്ല. ബാക്ക് വരെ പോകാൻ ഇപ്പൊ എത്ര നേരം നമ്മൾ ഇവിടെ കിടന്നിട്ടാണ് ഇങ്ങോട്ട് കയറുന്നത്? ഇവിടെ ഞാനിപ്പോ 10-15 മിനിറ്റ് ഇവിടെ ബുദ്ധിമുട്ടാ. എന്റെ പണി നിലക്കുന്നോണ്ടല്ലേ, ഇപ്പം മറ്റു ബുദ്ധിമുട്ടല്ലല്ലോ. എപ്പോഴും ഇതുവഴി എപ്പോഴും ഇപ്പൊ 2 ദിവസം കൊണ്ട് ഭയങ്കര ബ്ലോക്ക് ഉണ്ട്. ഈ പണി നടക്കുന്നതുകൊണ്ടുള്ള ബ്ലോക്കാണ്. പണി നടക്കണം. നമുക്ക് പിന്നെ പണി നടക്കാതിരിക്കാൻ പറ്റിയല്ല. പണി അത്യാവശ്യം. കുറച്ചു നേരം ബ്ലോക്കിൽ കിടന്നാലും പിന്നെ നമ്മള് ഓരോ കാര്യങ്ങളും നോക്കുമ്പോഴത്തേക്കും ഓരോ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാകും. ഈ പണി നടക്കുന്നത് അതിനെ തരണം ചെയ്യാന്നുള്ളൂ. പണി നടത്തിട്ട് നമുക്ക് പറയാൻ പറ്റില്ല.